കൂട്ടുകാരെ, സുഖം തന്നെ. പിന്നെ എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനായിട്ട് വന്നത്, ഒരു പൂവിൻ്റെ കാര്യം പറയാനായിട്ട് വന്നത്. ഈ പൂവ് എല്ലാവർക്കും അറിയാമല്ലോ, ഇതെന്തോ പൂവാന്ന് കണ്ടിട്ടുണ്ടല്ലോ. ഈ പൂവെന്ന് വെച്ചാൽ അടുക്ക് ചെമ്പരത്തി എന്ന് പറയും. നല്ല രസമായി പൂ കാണാൻ. എന്ന് വെച്ചാൽ നല്ല റോസാപ്പൂ പോലെ ഇരിക്കും ഈ പൂവ്. ഇതുകൊണ്ട് നമുക്കൊരു കറിയുടെ കാര്യം പറയാൻ വന്നേ, ഒരു കറി വെക്കുന്ന കാര്യം പറയാൻ വന്നേ. ഇതെന്ന് വെച്ചാൽ ഈ അടുക്ക് ചെമ്പരത്തി എന്ന് വെച്ചാൽ ഒരു 4-5 പൂ വേണം. എത്ര പൂ ഉണ്ടായാലും കുഴപ്പമില്ല, പിന്നെ ഒത്തിരി പൂ കിട്ടാൻ പാടില്ല. എന്നാലും ഒരു 4-5 എണ്ണമെങ്കിലും തൽക്കാലം ഒരു 4-5 എണ്ണമായാലും മതി. അത് കൊണ്ടുവന്ന് നല്ല പോലെ കഴുകണം. കഴുകി ഇതിൻ്റെ ചെവിട് അങ്ങ് പിച്ചിക്കളയണം. ഇതിൻ്റെ ചെവിട് കണ്ടല്ലോ, ഇതിൻ്റെ ചെവിട് അങ്ങ് പിച്ചിക്കളയണം. പിച്ചിക്കളഞ്ഞിട്ട് ഇത് നല്ല പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തിട്ട് ഒരു ഏതെങ്കിലും പച്ചമുളക് മതി, മണമുള്ളതോ മണമില്ലാത്തതോ ഏതെങ്കിലും പച്ചമുളക് മതി. ഒരു 2 പച്ചമുളക്, അതിൽ കൂടുതൽ എടുക്കരുത്, കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാനുള്ളതാണ്. ഒരെണ്ണമായാലും മതി, 2 എണ്ണമായാലും കുഴപ്പമില്ല. എന്നൊക്കെ അതും അങ്ങോട്ട് അരിഞ്ഞ് ചെറിയ ഉള്ളി അരിഞ്ഞ് 2 കറിവേപ്പിലയും ഇതെല്ലാം കൂടെ അങ്ങോട്ട് കടുക് വറക്കണം. കടുക് വറുത്തിട്ട് ഇതങ്ങോട്ട് അതിനകത്തോട്ട് അരിഞ്ഞ പൂ അങ്ങോട്ട് അതിനകത്ത് കടുക് വറുത്തതിനകത്തോട്ട് ഇടണം. ഇട്ടിട്ട് അങ്ങോട്ട് നല്ല പോലെ വിരട്ടിയെടുക്കണം. വിരട്ടിയെടുത്തിട്ട് ഒരു ശകലം പുളി ഒത്തിരി പുളിയായാൽ കൊള്ളത്തില്ല, ഒരു ശകലം പുളി, ആ പുളി പിഴിഞ്ഞ് ഇതിനകത്ത് ഒഴിക്കണം. ഒഴിച്ച് ശകലം ഉപ്പ് വിട്ട്, കറക്റ്റിന് ഉപ്പിടാവുള്ളൂ. ഉപ്പ് വിട്ട് പിന്നെ ഒത്തിരി വെള്ളമായാൽ കൊള്ളത്തില്ല, കുറച്ച് വെള്ളത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇത് കറിയാക്കുക. ഇത് അതിൻ്റെ ആ കറി കാണുമ്പം പട്ടും മാറിപ്പോവും. അതിൻ്റെ കളറ് നല്ല സൂപ്പറാണ്. കൂട്ടാനാണെങ്കിൽ അടിപൊളിയാണ്, സൂപ്പറാണ് കൂട്ടാൻ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കറികളാണ്. കുഞ്ഞുങ്ങൾക്കും കഴിക്കാം, വലിയവർക്കും കഴിക്കാം. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ എല്ലാം ഞാൻ മിക്കവാറും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിപ്പം നിങ്ങളെ കാണിക്കാനായിട്ട് ഞാനിത് പിച്ചിക്കൊണ്ട് വന്നതാണ് കേട്ടോ. ഇവിടെ വീട്ടിലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ എന്ന് വെച്ചാൽ നല്ല കറിയാണ്. എനിക്കത് വേറെ ഒരു കറിയും വേണ്ട. ഇതുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി ചോറ് തിന്നും. അങ്ങനെ ഞാൻ എല്ലാവർക്കും ഇത് അറിയാമോന്ന് അറിയത്തില്ല, ഈ ചെമ്പരത്തിപ്പൂ രസം വെക്കുന്ന കാര്യം. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, ചില ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഇത് വെച്ച് കൂട്ടി നോക്കണം കേട്ടോ. എല്ലാവരും ഇത് വെച്ച് കൂട്ടി കാണിക്കണം. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി, കൂട്ടുകാരെ എല്ലാം കാണിക്കാൻ വേണ്ടിയാണ് ഇത് പിച്ചിക്കൊണ്ട് വന്നത്. ടാറ്റാ.